ഹലോ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സോഡിയം റീഅബ്സോർപ്ഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ സോഡിയം റീഅബ്സോർപ്ഷൻ നെഫ്രോണിൻ്റെ പല പാർട്സിലും നടക്കുന്നുണ്ട്. നമുക്ക് ഓരോ പാർട്സിലും എങ്ങനെയാണ്, എന്തൊക്കെ മെത്തേഡ്സ്, എന്തൊക്കെ ട്രാൻസ്പോർട്ടേഴ്സ് വഴിയാണ് സോഡിയം റീഅബ്സോർപ്ഷൻ നടക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ മാക്സിമം എമൗണ്ട് ഓഫ് സോഡിയം റീഅബ്സോർബ് ആവുന്നത് PCTയിൽ തന്നെയാണ്. PCTയിൽ തന്നെ രണ്ട് മെക്കാനിസം വഴിയാണ് റീഅബ്സോർബ് ആവുന്നത്. പാസീവ് ട്രാൻസ്പോർട്ടും ഉണ്ട്, ആക്റ്റീവ് ട്രാൻസ്പോർട്ടും ഉണ്ട്. അതിൽ എന്താണ് പാസീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്? എനർജി എക്സ്പെൻഡിച്ചർ ഒന്നും ഇല്ലാതെ ട്യൂബുലർ ഫ്ലൂയിഡിൽ നിന്ന് ട്യൂബുലർ സെല്ലിലോട്ട് നമ്മൾ സോഡിയം റീഅബ്സോർബ് ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ പാസീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അത് വിത്തൗട്ട് ദ എക്സ്പെൻഡിച്ചർ ഓഫ് എനർജി ആയിരിക്കും. ഇനി അത് തന്നെ രണ്ട് തരത്തിലാണ് നടക്കാൻ ചാൻസ് ഉള്ളത്. ഒന്ന് സോഡിയം ഗ്ലൂക്കോസ് അഥവാ സോഡിയം അമിനോ ആസിഡ് കോ ട്രാൻസ്പോർട്ടർ വഴി എന്ന് പറഞ്ഞാൽ ആ കാരിയർ പ്രോട്ടീൻ ഒരു മോളിക്യൂൾ ഓഫ് സോഡിയത്തിനെയും ഒരു മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ അമിനോ ആസിഡിനെയും ഒരുമിച്ചായിരിക്കും റീഅബ്സോർബ് ചെയ്യുന്നുണ്ടാവുക. ഇനി അടുത്ത മെത്തേഡ് വരുന്നത് ക്ലോറിൻ ഡ്രൈവൻ സോഡിയം ട്രാൻസ്പോർട്ടാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് ലീക്കി ടൈറ്റ് ജംഗ്ഷൻസിലാണ് നടക്കുന്നത്. PCTയുടെ ലീക്കി ടൈറ്റ് ജംഗ്ഷൻസിലാണ് ഇത് നടക്കുന്നത്. ഇവിടെ മെയിൻലി ക്ലോറിൻ പാസീവ്ലി ഡിഫ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ ക്ലോറിൻ നെഗറ്റീവ് ആയതുകൊണ്ട് അതിൻ്റെ ഇലക്ട്രിക്കൽ ഗ്രേഡിയൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സോഡിയം ക്ലോറിനെ അക്കമ്പനി ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് മെത്തേഡാണ് പാസീവ്ലി എനർജി എക്സ്പെൻഡിച്ചർ ഒന്നും ഇല്ലാതെ നടക്കുന്നത്. സോഡിയം ഗ്ലൂക്കോസ് അല്ലെങ്കിൽ സോഡിയം അമിനോ ആസിഡ് കോ ട്രാൻസ്പോർട്ടർ വഴി അഥവാ ക്ലോറിൻ ഡ്രൈവൻ സോഡിയം ട്രാൻസ്പോർട്ട് ലീക്കി ജംഗ്ഷൻസ് വഴി. ഇനി PCTയിൽ തന്നെ 60% സോഡിയം നമ്മൾ റീഅബ്സോർബ് ചെയ്യുന്നത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴിയാണ്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് വെച്ചാൽ എന്താ? വിത്ത് ദ എക്സ്പെൻഡിച്ചർ ഓഫ് എനർജിയാണ് നമ്മൾ 60% സോഡിയം റീഅബ്സോർബ് ചെയ്യുന്നത്. ഇനി അതെങ്ങനെയാണ് നടക്കുന്നത്? സോഡിയം ഹൈഡ്രജൻ എക്സ്ചേഞ്ചർ ഉപയോഗിച്ചിട്ടാണ്. സോഡിയം ഹൈഡ്രജൻ എക്സ്ചേഞ്ചർ എന്ന് പറയുമ്പോൾ ഒരു സോഡിയത്തിനെ നമ്മൾ ട്യൂബുലർ സെല്ലിലോട്ട് റീഅബ്സോർബ് ചെയ്യുമ്പോൾ ഒരു ഹൈഡ്രജനെ നമ്മൾ ട്യൂബുലർ ഫ്ലൂയിഡിലേക്ക് അല്ലെങ്കിൽ ലൂമനിലേക്ക് തിരിച്ചു കൊടുക്കും. അപ്പോൾ പറയും ഒരു സോഡിയം സെല്ലിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ഒരു ഹൈഡ്രജൻ സെല്ലിൽ നിന്ന് പുറത്തേക്ക് ട്യൂബുലർ ലൂമനിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ സോഡിയത്തിൻ്റെയും ഹൈഡ്രജൻ്റെയും മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ ഇത് ബേസിക്കലി ആൻറ്റി പോർട്ടാണ് ഇവിടെ നടക്കുന്നത്. നേരത്തെ കണ്ട ക്ലോറിൻ ഡ്രൈവൻ സോഡിയം ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ സോഡിയം ഗ്ലൂക്കോസ് എന്നൊക്കെ പറയുന്നത് സെയിം ഡയറക്ഷനിലാണ്. അതൊക്കെ ഒരു കോ ട്രാൻസ്പോർട്ടർ വഴിയാണ് നടക്കുന്നത്. ഇപ്പോൾ PCTയിൽ എങ്ങനെയാണ് സോഡിയം റീഅബ്സോർബ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇനി ലൂപ്പ് ഓഫ് ഹെൻലെയിൽ എങ്ങനെയാണെന്ന് നോക്കാം. ലൂപ്പ് ഓഫ് ഹെൻലെയുടെ ഡിസെൻഡിങ് ലിംബാണെങ്കിൽ അത് ഇംപെർമിയബിൾ ടു സൊല്യൂട്ട്സ് ആണ്. അപ്പോൾ അവിടെ സോഡിയം റീഅബ്സോർപ്ഷൻ നടക്കില്ല. ഇനി അസെൻഡിങ് ലിംബിലോട്ട് വരുമ്പോൾ അവിടെ തന്നെ തിൻ സെഗ്മെൻറ്റും ഉണ്ട്, തിക്ക് സെഗ്മെൻറ്റും ഉണ്ട്. തിൻ സെഗ്മെൻറ്റിൽ ക്ലോറിൻ ഡ്രൈവൻ സോഡിയം ട്രാൻസ്പോർട്ടാണ് നടക്കുന്നത്, നമ്മൾ നേരത്തെ കണ്ട പോലെ. ഇനി തിക്ക് സെഗ്മെൻറ്റിൽ പറയുകയാണെങ്കിൽ അവിടെ സോഡിയം ടു ക്ലോറിൻ പൊട്ടാസ്യം ട്രാൻസ്പോർട്ടറാണ് ഉള്ളത്. അതായത് ഒരു ട്രാൻസ്പോർട്ടർ മോളിക്യൂൾ തന്നെ അത് 3 ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് അയോൺസിനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഒരു സോഡിയം, 2 ക്ലോറൈഡ് അയോൺസും ഒരു പൊട്ടാസ്യം അയോണും. ഇവരെ 3 പേരെയും ട്യൂബുലർ ഫ്ലൂയിഡിൽ നിന്ന് ട്യൂബുലർ സെല്ലിൻ്റെ ഉള്ളിലേക്ക് തന്നെയാണ് അവർ റീഅബ്സോർബ് ചെയ്യുന്നത്. നമുക്കതിൻ്റെ പിക്ചർ ഒന്ന് നോക്കാം. ഇപ്പോൾ ഈ പിക്ചർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. PCTയിൽ ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള സോഡിയം ഗ്ലൂക്കോസ് കോ ട്രാൻസ്പോർട്ട് രണ്ടുപേരും ഒരേ ഡയറക്ഷനിൽ സോഡിയം ഗ്ലൂക്കോസും ഒരേ ഡയറക്ഷനിൽ നമ്മൾ റീഅബ്സോർബ് ചെയ്യുകയാണ്. പിന്നെ ഇത് നമ്മൾ പറഞ്ഞ സോഡിയം അകത്തേക്ക് വരുന്നു, ഹൈഡ്രജൻ പുറത്തേക്ക് വരുന്നു. അതാണ് ആൻറ്റിപോട്ട് നമ്മൾ നേരത്തെ കണ്ടത്. ഇനി ഇതാണ് സോഡിയം പൊട്ടാസ്യം 2 ക്ലോറിൻ കോ ട്രാൻസ്പോർട്ടർ എന്ന് പറയുന്നത്. അതായത് സെയിം കോ ട്രാൻസ്പോർട്ടർ തന്നെ സോഡിയത്തിനെയും പൊട്ടാസ്യത്തിനെയും ക്ലോറിനെയും ഫ്ലൂയിഡിൽ നിന്ന് ട്യൂബുലർ സെല്ലിൻ്റെ ഉള്ളിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി DCTയിലാണെങ്കിൽ സോഡിയം ക്ലോറിൻ കോ ട്രാൻസ്പോർട്ടർ വഴിയാണ് റീഅബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും കോ ട്രാൻസ്പോർട്ടർ എന്ന് പറയുമ്പോൾ സോഡിയം ക്ലോറിനും എഗെയിൻ സെയിം ഡയറക്ഷനിലായിരിക്കും റീഅബ്സോർബ് ചെയ്യുന്നുണ്ടാവുക. ദെൻ കളക്റ്റിംഗ് ട്യൂബ്യൂളിൽ നമുക്ക് സ്പെഷ്യലൈസ്ഡ് ചാനൽസ് ഉണ്ട്. അതിനെ നമ്മൾ ENaC എന്നാണ് പറയുക, എപ്പിത്തീലിയൽ സോഡിയം ചാനൽസ് എന്ന് പറയും. ആ ചാനൽസ് വഴിയാണ് സോഡിയം റീഅബ്സോർബ് ചെയ്യുന്നത്. അതിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ആൽഡോസ്റ്റെറോൺ ആണ്. ഇനി നമുക്ക് പറയാനുള്ളത് ട്യൂബുലർ സെല്ലിൻ്റെ ഉള്ളിലേക്ക് റീഅബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഫർദർ ഫേറ്റ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ട്യൂബുലർ, ഈ പിങ്ക് കളറിൽ കാണുന്നതാണ് ട്യൂബുലർ സെൽ എന്ന് പറയുന്നത്. ട്യൂബുലർ സെൽ. അപ്പോൾ ഈ ട്യൂബുലർ സെല്ലിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്തുണ്ട്? സോഡിയം പൊട്ടാസ്യം ATPase ഉണ്ട്. ആ സോഡിയം പൊട്ടാസ്യം പമ്പ് എന്ത് ചെയ്യും? സോഡിയത്തിന് ട്യൂബുലർ സെല്ലിൽ നിന്ന് ഇൻഡസ്ട്രിഷ്യത്തിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യും.
ആൻഡ് പൊട്ടാസ്യത്തിനെ ഇൻഡസ്ട്രിഷ്യത്തിൽ നിന്ന് തിരിച്ച് സെല്ലിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യും. ഓക്കെ, സെല്ലിലെത്തിയിട്ടുള്ള സോഡിയത്തിനെ ഇൻഡസ്ട്രിഷ്യത്തിലുള്ള പൊട്ടാസ്യത്തിനെ തിരിച്ച് സെല്ലിലോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യും. ആൻഡ് ഇൻഡസ്ട്രിഷ്യത്തിൽ ഇരിക്കുന്ന സോഡിയം പിന്നെ ഫർദർ പെരിട്യൂബുലർ കാപ്പിലറീസിലേക്ക് പോകുന്നത് സിമ്പിൾ ഡിഫ്യൂഷൻ വഴിയാണ്. ഓക്കെ, അപ്പോൾ ഫേറ്റ് ഇൻസൈഡ് ദ ട്യൂബുലർ സെൽ എന്ന് പറയുമ്പോൾ സോഡിയം പൊട്ടാസ്യം ATPase വഴിയാണ് നടക്കുന്നത്. സോഡിയത്തിനെ ഇറ്റ് വിൽ പമ്പ് സോഡിയം ആക്റ്റീവ്ലി ഫ്രം ദ ട്യൂബുലർ സെൽ ഇൻ ടു ദ ഇൻഡസ്ട്രിഷ്യൽ സ്പേസ്. ഇൻഡസ്ട്രിഷ്യൽ സ്പേസിൽ നിന്ന് അത് പിന്നെ ഫർദർ പാസീവ്ലിയാണ് ഇൻ ടു ദ കാപ്പിലറീസ് പോകുന്നത്. ഇനി ലാസ്റ്റ് കുറച്ച് ഫാക്ടേഴ്സ് എഫക്റ്റും സോഡിയം റീഅബ്സോർപ്ഷനും കൂടെ പറയാം. ഫസ്റ്റ് ഫാക്ടർ വന്നിട്ട് GFR ആണ്. GFR എന്ന് വെച്ചാൽ എത്ര എമൗണ്ട് ഓഫ് ഫിൽട്രേറ്റ് നമ്മൾ ഉണ്ടാക്കി ഒരു മിനിറ്റിൽ നിന്നാണ്. അതാണ് GFR എന്ന് പറയുന്നത്. അപ്പോൾ ഫിൽട്രേഷൻ കൂടുമ്പോൾ, ഫിൽറ്റേർഡ് ലോഡ് കൂടുമ്പോൾ സോഡിയത്തിൻ്റെ റീഅബ്സോർപ്ഷനും കൂടും. അപ്പോൾ GFR കൂടുമ്പോൾ സോഡിയത്തിൻ്റെ റീഅബ്സോർപ്ഷനും കൂടും. പിന്നെ വരുന്നതാണ് ന്യൂറൽ ഫാക്ടേഴ്സ്. ന്യൂറൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ സിമ്പത്തറ്റിക് സ്റ്റിമുലേഷൻ ഡയറക്റ്റ്ലി സോഡിയം റീഅബ്സോർപ്ഷൻ കൂട്ടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഹോർമോണൽ ഫാക്ടേഴ്സ്, അതിൽ 2 മെത്തേഡ് ഉണ്ട്. ഇപ്പോൾ റാസ് മെക്കാനിസം ആണെങ്കിൽ നമുക്കറിയാം റിനിൻ ആൽഡോസ്റ്ററോൺ വഴി സോഡിയം റീഅബ്സോർപ്ഷൻ കൂടുകയാണ് ചെയ്യുക. അതേസമയത്ത് ANP ഏട്രിയൽ നാട്രിയൂറിക് പെപ്റ്റൈഡ് എന്ന് പറയുകയാണെങ്കിൽ റാസ് മെക്കാനിസത്തിൻ്റെ ഓപ്പോസിറ്റാണ് നമുക്കറിയാം. അപ്പോൾ അത് സോഡിയത്തിന് വെള്ളത്തിൻ്റെ റീഅബ്സോർപ്ഷൻ കുറയ്ക്കുകയാണ് ചെയ്യുക. റാസ് മെക്കാനിസം കൂട്ടും, ANP കുറയ്ക്കും. ഇനി ഡ്രഗ്സ് പറയുകയാണെങ്കിൽ സാന്തീൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ് കഫീൻ ആൻഡ് തിയോഫിലിൻ. ഇവർ 2 പേരും സോഡിയത്തിൻ്റെ റീഅബ്സോർപ്ഷൻ കുറയ്ക്കും. കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ്, അതിൻ്റെ എക്സാമ്പിളാണ് അസറ്റസോളമൈഡ് എന്ന് പറയുന്ന ഡ്രഗ്. അതും സോഡിയം റീഅബ്സോർപ്ഷൻ കുറയ്ക്കുക തന്നെയാണ് ചെയ്യുന്നത്. കാരണം അവർ H+ൻ്റെ സിക്രീഷൻ ഇൻ ടു ദ ലൂമൻ കുറയ്ക്കും. നമ്മൾ കണ്ടു സോഡിയത്തിന് റീഅബ്സോർബ് ചെയ്യണമെങ്കിൽ സൈമിൾട്ടേനിയസ് ആയിട്ട് H+ ട്യൂബുലർ ഫ്ലൂയിഡിലോട്ട് കൊടുക്കണം. അപ്പോൾ ഇവർ H+ൻ്റെ സിക്രീഷൻ കുറയ്ക്കുമ്പോൾ സോഡിയത്തിൻ്റെ റീഅബ്സോർപ്ഷൻ കുറഞ്ഞു പോകും. പിന്നെ തയോസൈഡ്സ്, അവരും സോഡിയം റീഅബ്സോർപ്ഷൻ കുറയ്ക്കും. എങ്ങനെ? സോഡിയം ക്ലോറിൻ കോ ട്രാൻസ്പോർട്ടറിനെ അവർ ഇൻഹിബിറ്റ് ചെയ്യും. ലൂപ്പ് ഡയോറിറ്റിക്സ്, അതിൻ്റെ എക്സാമ്പിളാണ് ഫ്യൂറോസമൈഡ്. അവരും സോഡിയം റീഅബ്സോർപ്ഷൻ കുറയ്ക്കും. എങ്ങനെ? അവർ സോഡിയം പൊട്ടാസ്യം 2 ക്ലോറിൻ കോ ട്രാൻസ്പോർട്ടറിനെ ഇൻഹിബിറ്റ് ചെയ്യും. ലാസ്റ്റ് കാറ്റഗറി പൊട്ടാസ്യം സ്പെയറിംഗ് ഡയോറിറ്റിക്സ് ആയിട്ടുള്ള സ്പൈറോണോലാക്ടോൺ ആണ്. അവരും റീഅബ്സോർപ്ഷൻ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അവരൊന്നെങ്കിൽ സോഡിയം പൊട്ടാസ്യം എക്സ്ചേഞ്ചിനെ ഇൻഹിബിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ENAC എന്ന് പറയുന്ന സോഡിയം ചാനൽസിനെ ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ ഡ്രഗ്സ് കാറ്റഗറിയിൽ നോക്കുമ്പോൾ മിക്കവരും സോഡിയം റീഅബ്സോർപ്ഷൻ കുറയ്ക്കുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സോഡിയം റീഅബ്സോർപ്ഷൻ. താങ്ക് യു.